ഇക്ക കുടുംബ സംഗമം എന്ന് പറയുമ്പോ ഇനി അമ്മായിനെ വിളിക്കണോ, മാമമാരെ അറിയിക്കണോ, കബീർക്കാനോട് പറയണോ? ഓരൊക്കെ ഇനി എപ്പ വരാനാണ്? എന്റെ മൂത്താപ്പാനെയും വിളിക്കണ്ട, എളാപ്പാനെയും വിളിക്കണ്ട, അമ്മായിനെയും വിളിക്കണ്ട. അത് അങ്ങനെ കൂടുന്ന കുടുംബ സംഗമം അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബക്കാരെ വിളിക്കണ്ടേ? എന്നാ ആ കുടുംബക്കാരല്ലാന്നേ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബം ഏതാണ്? നമ്മുടെ 3 പേരുടെ കുടുംബം എന്ന് പറഞ്ഞ ഏതാണ്? ഒന്ന് വാസു ഉട്രയും ജോസ് ഉട്രയും, പിന്നെ നമ്മുടെ 3 കുടുംബം. ആ വേണ്ടപ്പെട്ട കുടുംബമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കുടുംബ സംഗമം ആവൂല. അത് സുഹൃത്ത് സംഗമോ അല്ലെങ്കിൽ സ്നേഹ സംഗമോ? നെജ്ജ് സുഹൃത്ത് സംഗമം എന്നോ സ്നേഹ സംഗമം എന്നോ എന്താച്ചാ പറഞ്ഞു, അതൊന്നും ഇപ്പൊ പ്രശ്നമില്ല. ഇവിടെ സംഗമം ഉണ്ട്, അത്രയൊക്കെ അറിയുള്ളൂ. അപ്പൊ ഒരു കാര്യമുണ്ട്, തിന്നാനും കുടിക്കാനും ഉണ്ടാക്കാൻ എന്നോട് പറയരുത്. എന്താണ് തിന്നാനും കുടിക്കാനും? അല്ലതിപ്പോ ഒരു ദിവസം മുഴുവൻ അവിടെ കുടുംബ സംഗമാണെങ്കിൽ ഓർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ? കൊടുക്കണ ഒരാള് അല്ലതിപ്പോ തിന്നാനും കുടിക്കാനും അല്ലല്ലോ കുടുംബ സംഗമം എന്ന് പറഞ്ഞത്. കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ. അതെന്ത് കാര്യാണെന്ന് എന്നോട് പറയ്. എന്നോട് എന്തിനിപ്പ പറയണത്? മീറ്റിംഗ് അതിനല്ലേ വെച്ചേക്കണത്, അവിടെല്ലേ പറയാ. അല്ല ഇന്നോട് പറഞ്ഞോ, ഞാൻ അറിയാത്ത പോലെ ഇരുന്നോളാം. അറിയാത്ത പോലെ ഇരുന്നല്ല, അത് അഭിനയിക്കാന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അറിയാത്ത പോലെ ഇരിക്കണ ഒരാള്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ അവിടെ മീറ്റിങ്ങിന് വരുമ്പോ കാര്യങ്ങളൊക്കെ പറയാം, അപ്പിച്ച് കേട്ടാ മതി. എന്തിനിപ്പ എന്നോട് പറഞ്ഞ? അപ്പൊ മീറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇജ്ജ് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ തക്കാളി തിന്നു. എടുത്ത് വെച്ചത് എത്ര ഈ മേടിച്ചു വെക്കണത്? വർത്താനത്തിന്റെ ശ്രദ്ധിച്ചില്ല ഞാനേ. ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ വന്നത് നനച്ചോണ്ട് നിൽക്കണ? പിന്നെ ആര് നനയ്ക്കും? ഞാനിവിടെ ഉണ്ടായാലും എന്നോട് പറഞ്ഞാ പോരാനത്. ഉണ്ടായാൽ മാത്രം പോരാ, വന്ന് നനയ്ക്കണോ ഇത്? അതേ, നാളെയാണ് നമ്മുടെ പരിപാടി. എന്ത് പരിപാടി? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ, പരീക്കാടെ വീട്ടിലൊരു പരിപാടി ഉണ്ട്, നാളെ പോണോന്ന്. നാളെ എനിക്ക് വരാൻ പറ്റില്ല ചായ, ഭയങ്കര തിരക്കാ. എന്ത് തിരക്ക്? അബുക്കയുടെ ഭാര്യ ഷാഹിദയില്ലേ, അവര് നാളെ ബ്യൂട്ടി പാർലറിൽ വരും. അവർക്കെന്തോ മുടി കേളി ചെയ്യണോന്നാ ഫേഷ്യൽ ചെയ്യണോന്നാ എന്തൊക്കെ പറയണുണ്ട്. അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അതൊക്കെ ഏതോ കല്യാണത്തിന് പോകാനാണെന്ന്. ഈ പറന്നിട്ട് മൂടി പോച്ച് നടക്കണ ഒരു മുടിയും ശരിയാക്കി മുഖം പേശി ചെയ്തിട്ട് ആരെയാണ്? കണ്ണ് മാത്രമല്ലേ അവരുടെ പുറത്തുള്ളൂ. എന്തെങ്കിലും കാണുന്നുണ്ടല്ലോ, അതുപോലെ. എന്താ കാര്യം എന്ന് പറ, പരിപാടി എന്താ? അല്ല, അത് നിനക്ക് ഉച്ച വെക്കുമ്പോ തീരൂലേ? അതെനിക്കറിയാൻ വയ്യ. പരിപാടി എന്താന്ന് പറ. പരിപാടി ഞാൻ പറയാ, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോകേണ്ടത്. നീ ഉച്ചക്കുമ്പോ തീർത്ത് വരുവോ? നോക്കാം, ആദ്യം പരിപാടി പറയാം. പരിപാടി കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ എന്തിനാ? നീ വാ. അമ്മേ, ഞാൻ എത്ര നാളായി ഏട്ടനോട് പറയുന്ന ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു തരാനായിട്ട്. നല്ല ഉണക്ക വിറവ് ഇനി ഉണക്ക വിറവ് വാങ്ങിച്ചോണ്ടെങ്കിൽ മതിയായിരുന്നു. പിന്നെയാണ് ഇനി ഗ്യാസ് സ്റ്റവ്. ചേട്ടാ, എത്ര നാളായി ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട്? ഗ്യാസ് സ്റ്റവ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, വരും. പിന്നെ വരാതിരിക്കുമോ? ഓർഡർ ചെയ്തിട്ട് വേണ്ടേ വരാൻ. നിങ്ങൾ രണ്ടുപേരും നാളെ ഇവിടെ ഉണ്ടാവില്ലേ? നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷെ ഒരു 11 മണി വരെ ഞങ്ങൾ ഇവിടെ കാണത്തില്ല. അല്ലേടി? അത് എവിടെ പോണം? അത് ഏട്ടാ, നാളെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്പലത്തിലേക്കല്ലേ? അത് കുഴപ്പമില്ല. ഒരു 11-11:30 ആകുമ്പോഴേക്കും എത്തും. അത് മതി, അത് മതി. എന്ത് അമ്പലത്തിൽ പോവാണെങ്കിൽ ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചോളി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെയാ പോണത്. നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറി നേരെ വരാൻ. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടക്കാൻ കൂടി വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ. എന്തോന്ന് കാര്യം? എന്ത് പരിപാടി? അല്ല, ഒന്നുമില്ല. നാളെ ഇവിടെ ഉണ്ടാവണം പറയാ. ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ, കുഴപ്പമില്ല. അല്ല, എന്താന്ന് വെച്ചാ കാര്യം പറയട്ടാ. ഒന്നുമില്ല. എന്തോന്നാ ഗുലുമാലുണ്ട്? ഒരു ഗുലുമാലും ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഗുലുമാലാക്കാതിരുന്നാ മതി. ഞങ്ങൾ പറഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അല്ലമ്മ, കാര്യം പറ. ഒന്നുമില്ല. അത് പരീക്കുട്ടി ജോസൂട്ടിയൊക്കെ വരും, അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒന്ന് കൂടും, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആഹാരം കൊടുക്കണം. ആഹാരം? എന്തൊരു ആഹാരം? പിന്നെ ഈ ആഹാരം ഒന്നും വേണ്ട. ആകെ വേണമെങ്കിൽ പരീക്കൂട്ടം ഉണ്ടാക്കും. കാര്യം പറ. ഒന്നുമില്ല, അത് നാളെ പറയാം. എന്ന് പറയത്തില്ല. നാളെ പറയാം. നാളെ അറിയാൻ പോണ കാര്യമില്ല. പിന്നെ ഇപ്പൊ ഒന്ന് പറയണതിനാണ്. അല്ല, നീ ഒരു കാര്യം പറഞ്ഞാൽ അറിയാൻ വെപ്രാളമാണ് എന്തായിരിക്കും എന്നുള്ളത്.